അപ്പോൾ ഇത് എപ്പോഴാണ് ഈ പ്ലേ ബാക്കിംഗ് അല്ലെങ്കിൽ ഈ പാട്ട് പ്രൊഫഷനാക്കി എടുക്കണം തോന്നിയിട്ടുള്ള ഒരു സന്ദർഭം എപ്പോഴായിരുന്നു? അത് ശരിക്കും പറയുകയാണെങ്കിൽ കെ മേനോൻ എന്ന് പറഞ്ഞിട്ട് മാഗ്ന സൗണ്ടിൽ റീജിയണൽ മാനേജറായിരുന്നു. അദ്ദേഹം പിന്നീട് ABCയിൽ ജോയിൻ ചെയ്തിട്ട് അവിടുത്തെ റീജിയണൽ മാനേജറായപ്പോഴാണ് ഒരു ഓണം പൊന്നോണം എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് ചെയ്തത്. ശരത്ത് മ്യൂസിക് ചെയ്തിട്ട് RK ദാസും AV വാസുദേവൻ പറ്റി എഴുതിയിട്ട്. അതിന് മുമ്പ് മാഗ്ന സൗണ്ടിൻ്റെ ഓണപ്പാട്ടുകൾ അങ്ങനെ കുറേ വർക്കുകളൊക്കെ ട്രാക്കൊക്കെ ഞാൻ പാടിക്കൊണ്ടിരുന്നു ഇങ്ങനെ. അപ്പോൾ ഈ ഓണം പൊന്നോണം വന്നപ്പം കെ മേനോൻ പറഞ്ഞു മദ്രാസിൽ വരണം, 2 പാട്ടുണ്ട്, ശരത്താണ് മ്യൂസിക് ചെയ്യുന്നത്. നല്ല പാട്ടുകളായിരുന്നു, നല്ല ഉഗ്ര പാട്ടുകളായിരുന്നു. അതിൻ്റെ വലിയ ഫംഗ്ഷനൊക്കെ വെച്ച് അമിതാഭ് ബച്ചനൊക്കെ വന്ന് മമ്മൂട്ടി, മോഹൻലാൽ, നമുക്ക് എല്ലാവരും വന്ന് വലിയ ലോഞ്ചിങ് ആയിരുന്നു. ABC എല്ലാം ലോഞ്ചിങ്ങിന് സിനിമ ഏതൊക്കെയോ സിനിമകളുണ്ടായിരുന്നു. അത് സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ ഓഡിയോയും ഈ ഓണപ്പാട്ടും കൂടെ ആയിരുന്നു. അത് അങ്ങനെ അത് ചെയ്തപ്പം പിന്നെ അവിടെ മദ്രാസിലെ കുറച്ച് കാര്യങ്ങൾ കണക്ഷൻസ് ഒക്കെ ആയി. പിന്നെ ദാസേട്ടൻ ഒരു പ്രാവശ്യം, അച്ഛനും ദാസേട്ടനും ഒരുമിച്ച് മ്യൂസിക് കോളേജിൽ പഠിച്ചതാണ്. അപ്പം ദാസേട്ടനാണ് ശിവം റിലീസ് ചെയ്തത് വയ്ക്കത്ത് വന്നിട്ട്. അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ ശരത്തിന് പാടിയതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുത്തു, കാസറ്റ് കൊണ്ട് കൊടുത്തു. നീ ശരത്തിനൊക്കെ പാടിയോ അപ്പം പറഞ്ഞു. അങ്ങനെ ഓക്കെ, കൊള്ളാം, ശരി, അപ്പം നീ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ, നീ അങ്ങോട്ട് മദ്രാസിലേക്ക് വാ, നമുക്ക് ആരെങ്കിലുമൊക്കെ പരിചയപ്പെടാം എന്നൊക്കെ ഞാൻ അങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞു. അങ്ങനെ അവിടെ മദ്രാസിലേക്ക് കുറ്റിയെടുത്തുകൊണ്ട് പോയി. അങ്ങനെ കുറച്ച് നാളൊരു ഫ്രണ്ടിൻ്റെ കൂടെ താമസിച്ചു. അങ്ങനെ അവിടെ നിന്നു. ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, നീ വിദ്യയുടെ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ മതി, ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു. അവിടെ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ തമ്മിൽ പിടിച്ച് ഞാനും ഏട്ടനും കൂടെ പോയി. അപ്പം പിന്നെയും എന്നുള്ള റെക്കോർഡിങ് നടക്കുന്ന സമയമാണ്. അവൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് 2 പേരും, നന്നായിട്ട് പാടുകയാണെങ്കിൽ അവസരം കൊടുക്കും നോക്കിയിട്ട് പറഞ്ഞിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കിട്ടി.